പറക്കും തളിക എന്ന വീക്ക്ലി ടാസ്ക് ബിഗ് ബോസ് ഹൗസിൽ തുടങ്ങിയിരിക്കുകയാണ്. 3 ദിവസത്തെ 3 വ്യത്യസ്തമായ ടാസ്കിലൂടെ പരമാവധി പോയിന്റ്സ് സ്വന്തമാക്കുക. ഗാർഡൻ ഏരിയയിലാണ് ഈ ടാസ്ക് നടക്കുന്നത്. പല നിറത്തിലുള്ള പന്തുകൾ പറന്നു വരും. അപ്പോൾ കഴിയുന്നത്ര പന്തുകൾ പിടിച്ചെടുത്ത് സ്വന്തമാക്കുക. ചുവപ്പ് പന്തിന് 3 പോയിന്റ്സും മഞ്ഞ പന്തിന് 1 പോയിന്റുമായിരിക്കും. ഇത് ശേഖരിച്ചതിന് ശേഷം ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിട്ടിടുക. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ലഭിക്കുന്നയാൾക്ക് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ പ്രത്യേക പരിഗണന ലഭിക്കും. ബസറിന് പകരം ബോളിന്റെ ശബ്ദമായിരിക്കും കേൾക്കുക. അങ്ങനെ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ അനീഷിന് 29 ബോൾസ് കിട്ടി. അതായത് പോയിന്റ്സ്. ആര്യൻ 36 പോയിന്റ്സ്, അക്ബറിന് 32 പോയിന്റ്സ്. അങ്ങനെ അവർ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുമ്പോൾ ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവരുന്നുണ്ട്. അതായത് മഞ്ഞ, ചുവപ്പ് എന്നീ ബോളുകളുടെ കൂട്ടത്തിൽ ഒരു കറുത്ത ബോളും കൂടി വരുന്നതായിരിക്കും. അത് ആരെങ്കിലും പിടിച്ചാൽ ആ ഒരു റൗണ്ട് ഇൻവാലിഡ് ആയിട്ട് പോകും. അതായത് അത് റീമാച്ച് ആയിട്ട് വീണ്ടും കളിക്കേണ്ടി വരും. ഇത് ബിഗ് ബോസ് തന്നെ ഒരു ഹിന്റ് കൊടുക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച് കളിക്കാൻ പറയുന്നു. സുവർണ അവസരമാണെന്നും പറയുന്നു. 11ാം ആഴ്ചയാണ്, അതുകൊണ്ട് ഇത് 7ന്റെ പണിയുടെ സീസൺ ആണെന്നും മറക്കരുത്. മുന്നേറി കളിക്കാൻ തന്നെ എല്ലാവരോടും പറയുന്നു. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ അക്ബർ കറുത്ത ബോൾ എടുക്കും. അതായത് ആര്യന് 36 പോയിന്റ്സ് ആയിരുന്നു കിട്ടിയിരുന്നത്, അക്ബറിന് 32 പോയിന്റ്സ് ആയിരുന്നു. അപ്പൊ രണ്ടാമത്തെ റൗണ്ടിൽ ആര്യന് ഒരുപാട് ചുവന്ന ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോയിന്റ്സ് തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അക്ബർ ബുദ്ധിപരമായിട്ട് തന്നെ കളിച്ചു. കറുത്ത പന്ത് പിടിച്ചുകൊണ്ട് തന്നെ ആ ഒരു റൗണ്ട് റീമാച്ചിനായിട്ട് പോകുന്നു. എല്ലാവരോടും പന്തുകളെല്ലാം ശേഖരിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാൻ ബിഗ് ബോസ് പറയുന്നു. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് ഇപ്പോൾ ഇൻവാലിഡ് ആയിരിക്കുകയാണ്. അങ്ങനെ അവർ അടുത്ത റൗണ്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.